ഇഷ്ടപ്പെട്ട വസ്ത്രധാരണം ഏതൊരു വ്യക്തിയുടെയും അവകാശമാണ്. എന്നാൽ പൊതുസമൂഹത്തിൽ നഗ്നത പ്രദർശിപ്പിച്ചുകൊണ്ടുള്ള വസ്ത്രധാരണ രീതി അതത്ര ശരിയായ കാര്യമല്ല. അത് സ്ത്രീയുടേതായിരുന്നാലും പുരുഷൻ്റേതായിരുന്നാലും. പുരുഷന്മാരുടെ വസ്ത്രധാരണ രീതിയെക്കുറിച്ച് ഒരിടത്തും ചർച്ച ചെയ്യപ്പെടാറില്ല. എല്ലായിടത്തും സ്ത്രീകളുടെ അല്പവസ്ത്രധാരണ രീതിയെക്കുറിച്ചാണ് ചർച്ച ചെയ്യപ്പെടുന്നത്. ക്യാമറ കണ്ണുകൾ എന്നും ഒപ്പിയെടുക്കുന്നത് സ്ത്രീ ശരീരത്തിന്റെ നഗ്നതകളാണ്. അർദ്ധനഗ്നത കാണിച്ച് പൊതുവേദികളിൽ പ്രത്യക്ഷപ്പെടുന്ന സെലിബ്രിറ്റീസിന് പിന്നാലെ ആർത്തിയോടെ ക്യാമറകളുമായി പ്രായുന്ന പ്രായവ്യത്യാസമില്ലാത്ത പുരുഷന്മാർ. ഇത് പൊതുവേദികളിൽ ഇന്ന് കാണുന്ന സ്ഥിരം കാഴ്ചയാണ്. സിനിമ പോലുള്ള സമൂഹ മാധ്യമങ്ങളാണ് സാധാരണക്കാരായ മനുഷ്യന്മാരെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്നത്. പ്രത്യേകിച്ച് ചെറുപ്പം മുതൽ പ്രായമായവർ വരെ നഗരത്തിലും നാട്ടിൻപുറത്തും ഉള്ള എല്ലാ സ്ത്രീകളും ഏറ്റവും കൂടുതൽ അനുകരിക്കുന്നത് സിനിമാ താരങ്ങളുടെ വസ്ത്രധാരണ രീതിയാണ്. ഇതെല്ലാം അറിഞ്ഞുകൊണ്ടും അവർ മറക്കേണ്ടതൊന്നും മറയ്ക്കാതെ പൊതുവേദികളിൽ പ്രത്യക്ഷപ്പെടാറുണ്ട്. സ്ത്രീ അമ്മയാണ്, ദേവിയാണ്. അവൾ ആരുടെയും അടിമയല്ല. ലോകം അവളെ തിരിച്ചറിയണം. സമൂഹം അവളെ അംഗീകരിക്കണം. നൂറ്റാണ്ടുകളായി ചവിട്ടി മെതിക്കപ്പെട്ട അവളിലെ സ്ത്രീത്വത്തെ ഉദ്ധരിക്കണം. കാമക്രോധത്താൽ ഉറ്റുനോക്കുന്ന നരഭോജികളായ മനുഷ്യരിൽ നിന്ന്, പുരുഷന്മാരിൽ നിന്നും വളർന്നു വരുന്ന ബാലികമാരെ സംരക്ഷിക്കണം. ഇതെല്ലാം ഇന്ന് സമൂഹത്തെ സ്ത്രീകൾക്ക് വേണ്ടി ഉയർത്തപ്പെടുന്ന മുറവിളികളാണ്. എന്നാൽ സ്ത്രീയുടെ ശത്രു പുരുഷനാണോ? ഒരിക്കലുമല്ല. സ്ത്രീകളുടെ ശത്രു സ്ത്രീ തന്നെയാണ്. സ്ത്രീ അവളുടെ സ്ത്രീത്വത്തെ മാനിക്കുന്നുണ്ടെങ്കിൽ മാന്യമായ വസ്ത്രധാരണമാണ് അവൾ ധരിക്കുന്നത്. ഒരിക്കലും അവൾ തൻ്റെ ശരീരത്തെ പ്രദർശിപ്പിക്കില്ല. ഇനിയെങ്കിലും തങ്ങളെ മാതൃകയാക്കുന്ന പുതുതലമുറയ്ക്ക് വളർന്നു വരുന്ന താരോദയം ഇന്നത്തെ സെലിബ്രിറ്റീസ് മാന്യമായ വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് അവർക്ക് ഒരു പ്രചോദനമാകട്ടെ.